ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഹൗസ് വാമിങ്ങിൻ്റെ നല്ല തിരക്കിലാണ്. ഞാനിവിടെ ഫ്ലാറ്റിലധികം കുക്കിംഗ് ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. സത്യം പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ആവോളം ഓരോ തിരക്കുകളാണ്. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഹൗസ് വാമിംഗ് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം തിരക്കുകളുണ്ട് എന്നുള്ളത്. നമ്മളെ വീട്ടിലെ കാര്യങ്ങളും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഹൗസ് വാമിങ്ങും ഇതെല്ലാം കൂടി മാനേജ് ചെയ്യൽ ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ പിന്നെ കുറേയൊന്നും അതിനെപ്പറ്റിയൊന്നും ആലോചിക്കില്ല, അല്ലാണ്ട് അറേഞ്ച് ചെയ്ത് പോകും. പിന്നെ ഫാമിലി സപ്പോർട്ട് അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. ഹൗസ് വാമിങ്ങിന് അന്ന് എന്തൊക്കെയാണ് മിസ്റ്റേക്സ് ഉണ്ടാവുക എന്നുള്ളത് പഠിച്ചവനക്കറിയാം. കാരണം എൻ്റെ കുറേ സാധനങ്ങൾ കുറേ ഫ്ലാറ്റിലുണ്ട്, കുറേ യൂട്ടിലിറ്റിയിലുണ്ട്, കുറേ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പാണ്. എനിക്ക് തന്നെ അറിയില്ല എവിടേക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം പിന്നെ ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ നമുക്ക്. നമ്മളെന്തെങ്കിലും സാധനം കുറവുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ മാക്സിമം ഓരോന്നും ഒരുക്കി വെക്കുന്നുണ്ട്. എൻ്റെ അനിയത്തി കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പുറകെയാണ്. കുറേ സാധനങ്ങൾ അവൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഉപ്പയും ഉമ്മയും കാര്യങ്ങളൊക്കെ ഓരോന്നും എല്ലാവരും വക ഇക്കാൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ എല്ലാവരും റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സമാധാനം. പിന്നെ ഒത്തിരി പ്രോഡക്റ്റ്സ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതെനിക്ക് നോമ്പിന് വന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അതിൽ ന്യൂട്രി കെയർ, അസീൽ ബ്രാൻഡിൻ്റെ ന്യൂട്രി കെയർ, ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്ന് പറയാനുണ്ട്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിലോട്ട് വീഡിയോ എടുത്തതായിരുന്നു. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലോട്ട് ഷെയർ ചെയ്തത്. കാരണം ഒത്തിരി കുട്ടികൾ ഈ ഡേറ്റ്സും നട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ളവരുണ്ടാവും. അവർക്ക് നല്ലൊരു ഐറ്റം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ബേബി ഫുഡാണ്. ബേബിക്കല്ല കൊടുക്കുന്നത്, ഇക്കാക്കാണ്. അതിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇക്കാക്ക് ഈ കീമോൻ്റെ സമയത്തൊക്കെ രാഗി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കും റോസൂനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അസീൽ ബ്രാൻഡിൻ്റെ ന്യൂട്രി കെയർ ഉണ്ടല്ലോ, അതിലത് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വളരെ ഹെൽത്തി ആയിട്ടൊരു ഐറ്റമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ലിങ്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. റോയിമോൾക്ക് പൊതുവേ ഭയങ്കര മടിയാണല്ലോ സ്കൂളിൽ പോകാൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പം അവൾ ഓക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടെ സ്മാർട്ട് ആവാൻ നല്ലതാണ്. ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. റോയിൻ്റെ കേസിൽ നമ്മൾ എത്ര പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പം ടീം ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സിലാണ് റോയി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് 2.5 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ലിറ്റിൽ ജീനി കോഴ്സ് ഉള്ളത് കേട്ടോ. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പം ഒരു വഴിക്കും ആ ഭാഗത്തേക്ക് വരാത്ത കുട്ടിയാണ് ഇപ്പം ഭയങ്കര ഡീസൻ്റായിട്ട് അവിടെ ഇരുന്നിട്ട് മാമിന് അനുസരിച്ചിട്ട് വായിക്കാൻ പറഞ്ഞതൊക്കെ വായിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് അതൊക്കെ അതേപോലെ ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് പഠിക്കാമെന്ന് തോന്നാത്ത രീതിയിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ടീം ഇൻ്റർവെല്ലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് കേട്ടോ. അതായത് മോഡേൺ മോണ്ടിസോറി മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഫൺ പ്ലസ് സ്മാർട്ട് ലേണിംഗ്. പിന്നെ ഇവിടെ വെൽ ട്രെയിൻഡ് ട്യൂട്ടേഴ്സ് ആണുള്ളത്. അതുപോലെ തന്നെ 1-to-1 ടീച്ചിങ് ആണ്. ഫുൾ പേഴ്സണൽ അറ്റൻഷൻ കിട്ടും കുട്ടിക്ക്. പിന്നെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. കാരണം ഓരോ കുട്ടികളും ഡിഫറെൻ്റ് അല്ലേ, യുണീക്കാണ്. പിന്നെ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് സെഷൻസ് ഉണ്ടാവും, പഠിക്കലും കളിക്കലും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത്, അതായത് പാരൻസിനും കിഡ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഈസി ആയ സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാം. അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ട്യൂട്ടർ നിങ്ങൾക്ക് ഓക്കെ അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. പാരൻറ്റിങ് സപ്പോർട്ട് സെഷൻസ്, അതുപോലെ പ്രോഗ്രസ് ഫീഡ്ബാക്ക് കോൾസ് ആൻഡ് റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബൂസ്റ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും കോൺഫിഡൻസ് സ്കില്ല് ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ലൊരു അവസരമാണ് ഇതുപോലത്തെ കോഴ്സുകൾ. അപ്പോൾ അതാരും മിസ്സാക്കണ്ട. ടീം ഇൻ്റർവെല്ലിൽ ലിറ്റിൽ ജീനി കോഴ്സ് മാത്രമല്ല, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സും അവൈലബിൾ ആണ്. പിന്നെ ബേസിക് ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഫൗണ്ടേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട്. ECPC മോണ്ടിസോറി കോഴ്സും ഉണ്ട് കേട്ടോ, +2 കഴിഞ്ഞവർക്ക്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാനിവിടെ നമ്പർ കൊടുക്കാം. ആവശ്യമുള്ളവർ എന്തായാലും ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റോയിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഇനി എൻ്റെ വീട്ടിലോട്ട് പോകണം. അവിടെ കുറേ സാധനങ്ങൾ ഇനി റെഡിയാക്കാനുണ്ട്. അവർ റെഡിയാക്കുന്നുണ്ട്. എന്നാലും എനിക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പോയി കാണാൻ ഉള്ളൊരാഗ്രഹം ഉണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഉപ്പ ഇങ്ങനെ കാണുന്ന ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അത് എൻ്റെ അടുത്ത് ഉണ്ടോ ഇല്ലയെന്ന് നോക്കുന്നില്ല. മീൻസ് കുറേ ഇങ്ങനെ എന്താ പറയുക, നല്ല ഉപ്പ വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് എവിടെയും കാണാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. മാഷാ അല്ലാ. ഉപ്പാനെങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ടെൻഷനാണ്. മാഷാ അല്ലാ, എല്ലാവിധ ബർക്കത്തും റഹ്മത്തും ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും കൊടുക്കട്ടെ, ആമീൻ.
പിന്നെ ഇത് മഞ്ഞൾ ഇതാ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് പൊടിക്കാനാണ്. ഞാൻ ഓൾറെഡി മഞ്ഞൾ ഉണ്ടെന്ന് പറഞ്ഞു, ലാസ്റ്റ് വെച്ച് നോക്കിയപ്പോൾ മഞ്ഞളില്ല. ഉപ്പ പിന്നെ ചൂടായി, പിന്നെ അങ്ങനെ അത് മഞ്ഞൾ ബാക്കിയൊക്കെ പൊടിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പുട്ടും പഴമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്ത് കഴിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ രാഗിയാണ് കഴിച്ചത്, പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ പാത്രങ്ങളാണ്, ഇതിലൊക്കെ ആക്കി വെക്കണം ഓരോന്ന്. അപ്പോൾ കഴുകി ഉണക്കി വെച്ചതാണ് അനിത്യം. പിന്നെ അമ്മായി ഉണ്ട് കേട്ടോ, അമ്മാവിൻ്റെ വൈഫ്, എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും നമ്മുടെ ഹൗസ് വാമിങ്ങിനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ എല്ലാം റാഹത്താവട്ടെ. പിന്നെ ഇനിയിപ്പം അതിനുശേഷം നമ്മൾ പിന്നെ ഫുൾ ബിസിയാണ്. അതിനുശേഷം റോസുവിൻ്റെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്. അപ്പം ഞാനും റൂഹിയും ഇവിടെ തന്നെ ഇരുന്നു, അവർ പോയിട്ടുണ്ട്. സ്കൂൾക്കായതുകൊണ്ട് റൂഹി പോയില്ല, അല്ലെങ്കിൽ റൂഹി പോവായിരുന്നു അല്ലേ? സ്കൂൾക്കായതുകൊണ്ട് റൂഹിക്ക് പോകാൻ മടി. റോസും സ്കൂളിൽ പോകണോ? പുതിയ ഡ്രസ് ഇട്ട് പോണോ റൂഹിക്ക്? സ്കൂൾക്ക് പോണോ? റൂഹിക്ക് നല്ല ഇഷ്ടമുണ്ടെന്നാണല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, റോസിന് നല്ല മാർക്കൊക്കെ ഉണ്ട്. പിന്നെ അപ്പം റിസൾട്ടൊക്കെ അറിഞ്ഞു. പിന്നെ റീനുവിനെയും റോസിനും റൂഹിനെയും കൂടി പിന്നെ നമ്മൾ ഫ്ലാറ്റിലാക്കിയിട്ട് പിന്നെ ഞാൻ ഐഷാസ് കാർട്ടിലൊന്ന് വന്നതാണ്. എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് അവിടെ എടുക്കാനുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് ഡെക്കോർ പീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ച് വെച്ച സാധനങ്ങളാണ്, മീൻസ് എടുത്ത് മാറ്റി വെച്ച സാധനങ്ങളാണ്. അപ്പോൾ ഒരുപാടൊന്നുമില്ല, കുറച്ച് ഐറ്റംസാണ്, ഞാൻ ഓൾറെഡി അത് മാറ്റി വെച്ചതായിരുന്നു. പിന്നെയും കുറേ വ്ളോഗ്സ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കോണ്ടൻ്റ് ആകുമ്പോൾ ബോറടിക്കൂലേ. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു കേട്ടോ, ഈ ഒരു സംഭവത്തിൻ്റെ തലേ ദിവസത്തെ വിശേഷം. നമ്മൾ ലാസ്റ്റത്തെ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കുറച്ച് ഡെക്കോർ പീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു മലപ്പുറത്തേക്ക്. അപ്പം പോകുന്ന വഴിയിൽ ഇവിടുന്ന് നമ്മൾ ബിരിയാണി കഴിച്ചു. ഉച്ചയ്ക്കാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാനൊന്നും ഇപ്പോൾ നേരെയില്ല, ഫുഡ് ഉണ്ടാക്കലും ഇല്ല, ഫുള്ള് പുറത്തുനിന്ന് തന്നെയാണ്, കൂടുതലും പുറത്തുനിന്നാണ്. പിന്നെ കുറേയൊക്കെ ഉമ്മാണ്ട് പറയും ഉണ്ടാക്കി വെക്കാൻ, എന്തെങ്കിലുമൊക്കെ കഴിച്ച് പോവാച്ചിട്ട്. അതിനെന്താ ഡെക്കോർ പീസസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ചിലപ്പോൾ നമ്മൾ തോന്നൂലേ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴോ റെഡിയാക്കായിരുന്നു, അങ്ങനെ തോന്നിയ നിമിഷങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ലാസ്റ്റ് വെച്ചിട്ട് ഓടി നടക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമുക്ക് എന്നോ സെറ്റാക്കായിരുന്നു എന്ന്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ആവട്ടെ പിന്നീട് നോക്കാമെന്ന്. അങ്ങനെ വാങ്ങിച്ച് വീണ്ടും വീട് പണീൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഫുള്ള് പണിക്കാർ കേട്ടോ. ക്ലീനിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, അതേപോലെ പണിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ക്ലീനിങ്ങിൻ്റെ ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് കേട്ടോ. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മേലാണ് ക്ലീൻ ആക്കിയിട്ടുള്ളത്, മേലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം അത് കയറണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മേലെ കാണിക്കണില്ല, കിച്ചൺ കാണിച്ചു തരാം. ഇവിടെ കിച്ചണിൻ്റെ ഡോസുകളൊക്കെ വന്നിട്ടുണ്ട്. നാളെയാണ് താഴെ ക്ലീൻ ആക്കുന്നത് കേട്ടോ, ക്യാബിനറ്റ്സ്, സോറി, നാളെയാണ് താഴെ ക്ലീൻ ആക്കുന്നുള്ളൂ. ഇവിടെ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ കിച്ചണിലോട്ട് പോവാം, ചെറുപ്പേക്കേണ്ടി വരും അല്ലേ. ഈ റൂമിൽ മീൻസ് ഈ ഫസ്റ്റത്തെ കിച്ചണിൽ എന്തൊക്കെയോ ഇനി പരിപാടി ഉണ്ട്, എന്നാലും മാക്സിമം ഫിനിഷിങ് ആയിട്ടില്ല. അവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഏതാണ് ഫാനിൻ്റെ സ്വിച്ച്? സൗണ്ട് അല്ല, ഇത് സൗണ്ട് കേൾക്കില്ല. അപ്പം നമ്മളെ കിച്ചൺ ക്ലീൻ ആയപ്പോൾ എന്തൊരു രസമല്ലേ, ഒരു എക്കോ. വലിപ്പം കൂടിയ പോലെ ഉണ്ട്. ഇവിടെ ക്ലീനിങ് ചെയ്തിട്ടും പണികൾ നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങിൻ്റെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഫുള്ള് പണി തീർന്നിട്ടേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഇപ്പോഴും പണി നടക്കുന്ന ഇടയ്ക്ക് ഒരു ഡേറ്റ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനാക്കിയത്. നല്ല രസമായില്ലേ. ഇവിടെ ഇവിടെ സ്റ്റീലാണ് വെച്ചത് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് നല്ലൊരിതായി, നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. അതൊരു സ്പെഷ്യലായിട്ട് കിച്ചണിൻ്റെ ടീം സ്പെഷ്യലായിട്ട് ചെയ്തതാണ് ഇതിൻ്റെ. അത് പറഞ്ഞു നന്നായി. അത് യൂട്ടിലിറ്റിയിലാണ്, ഓർമ്മയില്ല. ഉണ്ട്, ഇപ്പോൾ കണ്ടില്ല, അവിടെ ഉണ്ട്, ഒക്കെ നോക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അവിടെ നല്ല രസമുണ്ട് അല്ലേ. വൈറ്റ് ആയപ്പോൾ വൈറ്റിന് പ്രത്യേക ഭംഗി. ഇനിയിപ്പം കിച്ചൻ്റെ ഷെൽഫും കാര്യങ്ങളും അത് ലാസ്റ്റ് വെക്കുള്ളൂ, കാരണം ക്ലീനിങ്ങും അതെല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ കേടായിപ്പോൾ. ഓക്കെ, ഇനി മേലൊക്കെ നാളെ കാണിക്കല്ലേ.
ഓക്കെ, ഞാൻ നാളെ രാവിലെ വന്നിട്ട്, ഇപ്പം ഞാൻ പോട്ടെ, നാളെ രാവിലെ വന്നിട്ട് രാവിലത്തെ ക്ലീനിങ്ങും ബാക്കി ക്ലീൻ ചെയ്തതും കൂടി കാണിക്കാം കേട്ടോ. ഓക്കെ. ഇവിടെ നമ്മൾ സോഫ വരാറുണ്ടല്ലോ അല്ലേ, അതും കൂടി വരുമ്പം അടിപൊളിയാവും. നമ്മളിങ്ങനെ ചില സാധനങ്ങൾ നമുക്കൊരു ചെറിയ സ്പെഷ്യലായിട്ടുണ്ടാവുമല്ലോ, ഇങ്ങോട്ട് നോക്കൂ, ഉണ്ടാവില്ലേ? അങ്ങനത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഞാൻ ഒരുപാട് വലിയ സംഭവമാക്കണമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു ഈ ഒരു ഇത്. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒരുപാട് നീളം വേണ്ടെന്ന് പറയുന്നു, പക്ഷെ ഇതന്നെ ആദ്യം വിചാരിച്ചത് ഭയങ്കര ഷോർട്ടാണെന്നല്ലേ, പക്ഷെ ഇതന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് ഇവിടെ വരെയുള്ളത്. മാഷാ അല്ലാ. ഓക്കെ, ഫുഡ് ഹോബ് ഇതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്യാണ്ട്, അതുപോലെ തന്നെ നമ്മളെ കിച്ചണിലെ ക്യാബിനറ്റ്സിൻ്റെ ഡോസൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗത്ത് എന്തായിരുന്നു, ഇൻഡക്ഷനും ഇവിടെ നമ്മളെ ബേണറും. ഇത് ഹാഫ് ലൈൻ്റെ ആണ്. ഓക്കെ, ഞാൻ വിശദമായിട്ട് പിന്നീട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ. നല്ല സ്പേസ് ഉണ്ട് അല്ലേ, ഇത് വെച്ചിട്ടും ഇവിടുന്ന് കുക്ക് ചെയ്യാം, അവിടുന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്. ഇനി കുറച്ച് ദിവസം രാത്രിയിൽ ഉള്ള പണി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചാൽ കുറച്ചുകൂടി നല്ല വൃത്തി ഉണ്ടാവും. എന്ന സാധനങ്ങളൊക്കെ പുറത്തുണ്ട്. അയ്യോ, നമ്മളെ വീട്ടിൽ ഓട് വിരിക്കുന്നുണ്ട്, മേലെ ഓട് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് ഓട് വിരിച്ചു, ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതുപോലെ ഫെൻസിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ഫെൻസും അതുപോലെ മതിലിൻ്റെ പെയിൻറ്റിങ്ങും കഴിഞ്ഞു. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെടികൾ വന്നിട്ടുണ്ട്, നമ്മളെ വീട്ടിലോട്ടുള്ള ചെടികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇനി വെക്കുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഉടൻ തന്നെ ഹൗസ് വാമിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് നമ്മളെല്ലാവരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ബൈ.